നമസ്കാരം. മാർച്ച് 17 SSLC ഹയർ സെക്കൻഡറി എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വിക്ടർ ചാനലിലെ ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സുകളും എല്ലാം കഴിഞ്ഞ് പല സ്കൂളുകളിലും ഇപ്പോൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 10th-നും 12th-നും ഒക്കെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇനി എക്സാമിലേക്ക് എത്തുമ്പോൾ എക്സാം എങ്ങനെ എഴുതാൻ പറ്റും, എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ടെൻഷനും ആ ഒരു കൺഫ്യൂഷനും ഒക്കെ പല കുട്ടികളിലും കാണാൻ ആയിട്ട് സാധിച്ചു. ഇപ്പം നമുക്ക് വരുന്ന കോളുകളിൽ നിന്നും കൗൺസിലിങ്ങിന് വരുന്ന കുട്ടികളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോൾ കുറച്ച് പേരെങ്കിലും കുറച്ച് ടെൻസ്ഡ് ആണ് എന്നാണ്. കുട്ടികൾ മാത്രമല്ല, മാതാപിതാക്കളായാലും അവർക്കും കുറച്ച് ടെൻഷനുണ്ട്, എങ്ങനെയായിരിക്കും ഇനി എക്സാം എന്നുള്ള കാര്യത്തിലൊക്കെ. അപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം, ഈ ഒരു വർഷം കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ചിട്ട് തീരെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇനിയുള്ള ഈ സമയം തന്നെ നന്നായി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഊന്നൽ കൊടുക്കേണ്ട കുറച്ച് പോർഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്ത് എക്സാം അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസും ധാരാളം ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ ഓരോ വിഷയത്തെക്കുറിച്ചും ആ വിഷയം പഠിപ്പിക്കുന്ന പ്രഗത്ഭരായ അധ്യാപകർ നിങ്ങളോട് സംസാരിക്കും. ഒന്ന് കേട്ടുനോക്കൂ. മാർച്ച് 17 നമ്മുടെ +2 കുട്ടികൾക്ക് എക്സാം തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ +2-ൽ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയാസിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ബ്ലോക്കിൽ 4 ലെസൺസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് എ സ്പീച്ച്. ആ ഫസ്റ്റ് ലെസൺ പഠിക്കുന്ന സമയത്ത് 3 Ls, വിച്ച് ആർ ദ 3 Ls എന്നുള്ള പഠിക്കുക, ആൻഡ് ഹൗ ഇറ്റ് ക്യാൻ എംപവർ വിമൻ. കൂടാതെ എ സ്പീച്ച് ഓൺ വിമൻ എംപവർമെൻറ്റ്. രണ്ടാമത്തെ ലെസൺ ഇസ് എ പോയം ടൈറ്റിൽഡ് എനി വുമൻ. പോയം പഠിക്കുമ്പോൾ എപ്പോഴും യു ഹാവ് ടു സ്റ്റഡി എ ഡീറ്റെയിൽഡ് അപ്രീസിയേഷൻ ഓഫ് ദ പോയം. സ്റ്റാൻസ വൈസ് സമ്മറി, ഒരു പാരഫ്രൈസിങ് നന്നായി പഠിച്ചു പോവുക. അതിൻ്റെ ഒപ്പം തന്നെ ദ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ പോയം. മൂന്നാമതായിട്ട് വരുന്നത് ഒരു സ്റ്റോറിയാണ്. ഇറ്റ് ഈസ് ടൈറ്റിൽഡ് മാച്ച് ബോക്സ്. അപ്പോൾ കഥയായതുകൊണ്ട് കഥാപാത്രങ്ങളുണ്ടാവും, അതുകൊണ്ട് തന്നെ ക്യാരക്ടർ സ്കെച്ചസ് പ്രിപ്പയർ ചെയ്ത് പോവുക. അതുപോലെ തന്നെ ദ റിവ്യൂ ഓഫ് ദ സ്റ്റോറി മാച്ച് ബോക്സ്, അതൊന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. നാലാമത്തെ ലെസൺ ഇറ്റ്സ് എൻ ആനക്ഡോട്ട് ടൈറ്റിൽ ഹൊറിഗല്ലു. അപ്പോൾ ഹൊറിഗല്ലു പഠിക്കുന്ന സമയത്ത് മനസ്സിൽ ഉണ്ടാവേണ്ട നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് പോകേണ്ട ഒരു ക്വസ്റ്റ്യനാണ്, ആർ ഹ്യൂമൻ ഹൊറിഗല്ലൂസ് ഇമ്പോർട്ടൻറ്റ്, ഈസ് ഇറ്റ് റെലവൻറ്റ് നൗ എ ഡേയ്സ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിൻ്റെ ഒരു റെലവൻസ് കൂടുതലായതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോവുക. ദെൻ ദ കമ്പാരിസൺ ബിറ്റ്വീൻ ദ 2 ക്യാരക്ടേഴ്സ് രത്ന ആൻഡ് നോമിത. ഈ ബ്ലോക്കിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പാനൽ ഡിസ്കഷൻ, ദ റോൾ ഓഫ് എ മോഡറേറ്റർ ഇൻ എ പാനൽ ഡിസ്കഷൻ, ദെൻ ഹൗ ടു റൈറ്റ് എ ഗുഡ് ബ്ലർബ് റൈറ്റിംഗ്. സെക്കൻഡ് ബ്ലോക്കിലാണ് 1 ആക്ട് പ്ലേ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 ആക്ട് പ്ലേ പഠിക്കുമ്പോഴായാലും സ്റ്റോറിയിലെ പോലെ തന്നെ യു ഹാവ് ടു സ്റ്റഡി ദ ക്യാരക്ടർ സ്കെച്ചസ്, ദെൻ സ്റ്റഡി എ റൈറ്റർ ബേസ്ഡ് ഓൺ ദ ഓപ്പണിംഗ് ഓഫ് ദ പ്ലേ ആൻഡ് ദ എൻഡിങ് ഓഫ് ദ പ്ലേ. അതുകൂടാതെ ഇതിൽ വരുന്ന ഒരു ആക്ടിവിറ്റിയാണ് കോംപിയറിംഗ്. അപ്പോൾ കോംപിയറിംഗ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പഠിക്കുക. മൂന്നാമത്തെ ബ്ലോക്കിൽ ചാലഞ്ചസ് ഓഫ് ലൈഫിൽ ഫസ്റ്റ് ലെസൺ ഇസ് എൻ ഇന്റർവ്യൂ വിത്ത് ഇർഫാൻ അലാം. ഇർഫാൻ അലാമിന്റെ ഈ ലെസണിലാണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ്, അത് പഠിക്കുക. പിന്നെ ദ ഡിഗ്നിറ്റി ഓഫ് ലേബർ, ദെൻ ദ സെലക്ഷൻ ഓഫ് എ വെരി ഗുഡ് കരിയർ, ആൻഡ് വാട്ട് ഈസ് ദ എക്സാക്ട് ഡെഫിനിഷൻ ഫോർ സക്സസ് ഗിവൻ ബൈ ഇർഫാൻ അലാം. സോ അപ്പോൾ ലൈഫ് ഹിസ്റ്ററി, ഇർഫാൻ അലാമിന്റെ ഒരു ലൈഫ് ഹിസ്റ്ററി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പഠിക്കുക. നൗ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ സമ്മാൻ formed by Irfan Alam for the rickshaw pullers, and what is his final advice for the upcoming entrepreneurs. അതുകൂടാതെ ഇമെയിൽ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നന്നായിട്ടൊന്ന് ഓർത്തെടുത്ത് പോവുക. അത് കഴിഞ്ഞ് അടുത്ത ബ്ലോക്കിൽ, അതായത് 4ാമത്തെ ബ്ലോക്കിൽ വരുന്ന ഒരു കവിതയാണ് റൈസ്, ദ പോയം റൈസ് റിട്ടൺ ബൈ ചെമ്മനം ചാക്കോ. അപ്പോൾ അത് പഠിക്കുമ്പോഴായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്രീസിയേഷൻ പഠിക്കുക. കൂടാതെ ദ സറ്റൈറിക്കൽ എലിമെന്റ്സ് ഇൻ ദ പോയം Rise. Then the contrast between the expectations and reality. അതേപോലെ തന്നെ what was the condition in the past and in the present. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഇത്രയും ഏരിയാസ് നമ്മളൊന്ന് കൂടുതൽ ഫോക്കസ് ചെയ്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. പരീക്ഷയ്ക്ക്
All the very best. Thank you. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം നേരിട്ടുള്ള ക്ലാസ്സുകൾ നടക്കാത്ത കാരണം ഓൺലൈനായിട്ടാണ് ക്ലാസ്സുകൾ വിക്ടേഴ്സ് ചാനൽ വഴി നടന്നിട്ടുള്ളത്. പക്ഷേ മാർച്ച് മാസത്തിൽ തന്നെ പരീക്ഷ ആരംഭിക്കുകയാണ്. ഈ പരീക്ഷ ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ആശങ്കകളും ഭയവും ടെൻഷനൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം ഗവൺമെൻറ് കുട്ടികളുടെ ഭാഗത്തു നിന്നുകൊണ്ട് തന്നെയാണ് ഈ ചരിത്രം എന്ന വിഷയത്തെ സമീപിച്ചിട്ടുള്ളത്. 15 ചാപ്റ്ററുകളിൽ ഉള്ളതിൽ 8 ചാപ്റ്ററുകൾ മാത്രമാണ് നിങ്ങൾക്ക് അതീവ ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ 8 ചാപ്റ്ററുകളിൽ നിന്ന് മാത്രമാണ് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക. നിങ്ങൾക്ക് നന്നായിട്ട് ചോയ്സ്, ഒരു പക്ഷേ ഇരട്ടി ചോയ്സ് ഉണ്ടാവും. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. വാല്യുവേഷനും വളരെ കുട്ടിയുടെ ഭാഗത്തു നിന്നുകൊണ്ടായിരിക്കും നടത്തുക. എന്ന് പറഞ്ഞാൽ യാതൊരു ഭയാശങ്കകളും ടെൻഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഈ പരീക്ഷയെ നേരിടാവുന്നതാണ്. എസ്സേ ഉണ്ടാവും, 2 എസ്സേ ഉണ്ടാവും, ചേരുപടി ചേർക്കലുണ്ടാവും, മാപ്പ് ഉണ്ടാവും, ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുന്ന ഭാഗം ഉണ്ടാവും, മാച്ച് ദ ഫോളോവിങ് എന്നുള്ള ഭാഗം ഉണ്ടാവും. അപ്പോൾ ഈ തന്നിട്ടുള്ള 8 ചാപ്റ്ററുകൾ, അതീവ ശ്രദ്ധ പതിപ്പിക്കേണ്ട 8 ചാപ്റ്ററുകൾ നിങ്ങൾ നോക്കിയാൽ മതി. യാതൊരു തരത്തിലുള്ള ടെൻഷനുകൾക്കും അവകാശമില്ല. നല്ല റിസൾട്ട് ഇന്ന് വരെ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ ഹയർ സെക്കൻഡറിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നല്ല രീതിയിലുള്ള റിസൾട്ടായിരിക്കും വരാനായിട്ട് പോകുന്നത്. അപ്പോൾ വളരെ സമാധാനത്തോടു കൂടി നിങ്ങൾ പരീക്ഷയെ സമീപിക്കേണ്ടതാണ്. ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് കഴിഞ്ഞ ബുദ്ധ ജൈനമതങ്ങൾ, പിന്നെ എന്താ പറയുക, മൗര്യ സാമ്രാജ്യം, അതിൻ്റെ പ്രത്യേകതകൾ, പിന്നെ സഞ്ചാരികളുടെ കണ്ണിലൂടെ ഇന്ത്യനെ കാണല്, ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവും, പിന്നെ കേരളം ആധുനികതയിലേക്ക് എന്ന് പറഞ്ഞാൽ നവോത്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുക. ഒരു ടെൻഷനും ആവശ്യമില്ല. വളരെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടതാണ്. ഈ പറഞ്ഞ 8 ചാപ്റ്ററും ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് നേടി പാസ്സാവുന്നതാണ്. ഈ വെല്ലുവിളികളെ നന്നായിട്ട് നേരിടാവുന്നതാണ്. താങ്ക് യു. +2 പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകി പഠിക്കേണ്ട പാഠഭാഗങ്ങൾ, അതായത് ഫോക്കസ് ഏരിയയിൽ പ്രധാനമായും 7 അധ്യായങ്ങളാണുള്ളത്. അതിലെ ഒന്നാമത്തെ അധ്യായം ചാലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിംഗ്, രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ. ഈ അധ്യായത്തിൽ നമുക്ക് പ്രധാനമായും 4 ടോപ്പിക്കുകളെ കുറിച്ചാണ് മനസ്സിലാക്കാനുള്ളത്. ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് വാട്ട് ആർ ദ 3 ഇമ്പോർട്ടന്റ് ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഇന്ത്യ ഡ്യൂറിംഗ് ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യ നേരിട്ടുള്ള 3 പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഏതൊക്കെയെന്നുള്ളതാണ്. പിന്നീട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു ഏകീകൃതമായ രാഷ്ട്രം രൂപീകരിക്കുമ്പോൾ നേരിട്ടിട്ടുള്ള 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് ദ പ്രോസസ് ഓഫ് പാർട്ടീഷൻ, വിഭജന പ്രക്രിയ നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതിന്റെ പ്രത്യാഘാതങ്ങളും എന്തൊക്കെയാണ്. രണ്ടാമത് നമുക്ക് മനസ്സിലാക്കേണ്ടത് നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കുമ്പോൾ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, അതെ, ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു ടോപ്പിക്. മൂന്നാമത് സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുമ്പോൾ നേരിട്ടുള്ള പ്രശ്നങ്ങളും സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും എന്തൊക്കെയാണെന്നുള്ളതാണ് മനസ്സിലാക്കുക. കൂടുതൽ ശ്രദ്ധ നൽകേണ്ട രണ്ടാമത്തെ അധ്യായം ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ് ആണ്, ഏകകക്ഷി മേധാവിത്വ കാലഘട്ടം എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും 3 ടോപ്പിക്കുകളെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ചാലഞ്ചസ് ഓഫ് ബിൽഡിംഗ് ഡെമോക്രസി, ജനാധിപത്യ പ്രക്രിയ സ്ഥാപിച്ചെടുക്കുമ്പോൾ നേരിട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളികൾ. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇലക്ഷൻ പ്രോസസ്സിനെ കുറിച്ചാണ്. ഇന്ത്യയിലെ ആദ്യം ഇലക്ഷൻ പ്രക്രിയ നടപ്പിലാക്കുമ്പോൾ നേരിട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഡിഫിക്കൽറ്റീസ് എന്തൊക്കെയെന്നുള്ളതാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത് നമുക്ക് ഇതിൽ ഈ അധ്യായത്തിൽ മനസ്സിലാക്കേണ്ട പ്രധാന ടോപ്പിക് എന്ന് പറയുന്നത് ആദ്യത്തെ 3 പൊതു തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ മേധാവിത്വത്തിലേക്ക് നയിച്ച റീസൺസ് അല്ലെങ്കിൽ കാരണങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. അതിൽ 5 കാരണങ്ങളെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നേച്ചർ ഓഫ് കോൺഗ്രസ് ഡോമിനൻസ്, കോൺഗ്രസിന്റെ മേധാവിത്വത്തിന്റെ സ്വഭാവം
ഇറ്റ്സ് ഇൻക്ലൂസീവ് നേച്ചർ, അതിന്റെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ടോളറൻസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഫാക്ഷൻസ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു ടോപ്പിക്. അതുപോലെ തന്നെ കോൺഗ്രസ് ആസ് എ സോഷ്യൽ ആൻഡ് ഐഡിയോളജിക്കൽ കൊയിലേഷൻ, ഒരു സാമൂഹികവും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കൂട്ടായ്മയുള്ള രാഷ്ട്രീയ പാർട്ടിയായി എങ്ങനെയാണ് കോൺഗ്രസ് മാറിയത് എന്നുള്ളതും കൂടി മനസ്സിലാക്കാനുണ്ട്. ഈ അധ്യായത്തിൽ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഒപ്പോസിഷൻ പാർട്ടീസിനെ കുറിച്ചാണ്. ഇന്ത്യയിലെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന പ്രധാന പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഏതൊക്കെയെന്നുള്ളതാണ്. 4 കക്ഷികളെ കുറിച്ചാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. 1 സോഷ്യലിസ്റ്റ് പാർട്ടി, 2 CPI, 3 സ്വതന്ത്ര പാർട്ടി, 4 ഭാരതീയ ജനസംഘ്. ഈ പാർട്ടികളെല്ലാം തന്നെ എന്ന് രൂപം കൊണ്ടു, അതിന്റെ ഒറിജിൻ എന്നാണ്, അതുപോലെ ഇതിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആരൊക്കെയാണ്, പാർട്ടി ഐഡിയോളജീസ് എന്തൊക്കെയാണ്, സപ്പോർട്ട് ബേസ് എവിടെ നിന്നൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്ത് മനസ്സിലാക്കാനുള്ളത്. കൂടുതൽ ശ്രദ്ധ നൽകേണ്ട 3ാമത്തെ അധ്യായം ഇന്ത്യാസ് എക്സ്റ്റേണൽ റിലേഷൻസ് എന്നുള്ളതാണ്. ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് എന്നുള്ളതാണ്. ചേരിചേരാ നയം. എന്താണ് ചേരിചേരാ നയത്തിന്റെ പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ ചേരിചേരാ നയം കൊണ്ടുവരുന്നതിനുള്ള നെഹ്റുവിന്റെ റോൾ, പങ്ക് എന്തൊക്കെയാണ്, ആഫ്രോ ഏഷ്യൻ യൂണിറ്റി കൊണ്ടുവരുന്നതിൽ അതെങ്ങനെ സാധിച്ചു, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഫ്രം 2 camps എന്നുള്ള ഒരാശയം. ഇതാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ അധ്യായത്തിൽ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യ ചൈന റിലേഷൻസ് ആണ്. പീസ് ആൻഡ് കോൺഫ്ലിക്ട് വിത്ത് ചൈന. അതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യ പാക് റിലേഷൻസിനെ കുറിച്ചാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാന കരാറുകളും അതുപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധങ്ങളെ കുറിച്ചുമാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. 4ാമത് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യാസ് ന്യൂക്ലിയർ പോളിസി, ഇന്ത്യയുടെ ആണവ നയം എന്താണ് എന്നുള്ളതാണ്. കൂടുതൽ ശ്രദ്ധ നൽകേണ്ട അടുത്ത അധ്യായം ദ ക്രൈസിസ് ഓഫ് ദി ഡെമോക്രാറ്റിക് ഓർഡർ ആണ്. ജനാധിപത്യ സംവിധാനം പ്രതിസന്ധി. ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് 5 കണ്ടന്റുകളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിൽ ആദ്യത്തേത് അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. 1 ഇക്കണോമിക് കോണ്ടെക്സ്റ്റ്, സാമ്പത്തികമായിട്ടുള്ള പശ്ചാത്തലം, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ്, രാഷ്ട്രീയമായിട്ടുള്ള പശ്ചാത്തലം എന്ന് വരുമ്പോൾ ബീഹാറിലെയും അതുപോലെ തന്നെ ഗുജറാത്തിലെയും പ്രസ്ഥാനങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. കോൺഫ്ലിക്ട് വിത്ത് ജുഡീഷ്യറിയുമായിട്ടുള്ള തർക്കങ്ങൾ എന്തൊക്കെയായിരുന്നു, ആൻഡ് ദ ഡിക്ലറേഷൻ ഓഫ് ദി എമർജൻസി, അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. ഇതാണ് നമുക്ക് ആദ്യം ഈ അധ്യായത്തിൽ മനസ്സിലാക്കേണ്ട ടോപ്പിക്. 2ാമത് നമുക്ക് ഈ അധ്യായത്തിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് കോൺസിക്വൻസസ് ഓഫ് ദി എമർജൻസി, അടിയന്തരാവസ്ഥയുടെ പ്രധാനപ്പെട്ട പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്. ഇനി ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന ഭാഗം എന്ന് പറയുന്നത് കോൺട്രവേഴ്സീസ് റിഗാർഡിംഗ് എമർജൻസി എന്നുള്ളതാണ്. അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട തർക്കങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. ഈ അധ്യായത്തിൽ മനസ്സിലാക്കേണ്ട മറ്റ് 2 ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് 1 അടിയന്തരാവസ്ഥ നൽകുന്ന പാഠങ്ങൾ അല്ലെങ്കിൽ ലെസൺസ് ഓഫ് എമർജൻസി എന്താണെന്നുള്ളതും അതുപോലെ തന്നെ 1977 ലോക്സഭാ ഇലക്ഷനും ജനതാ ഗവൺമെന്റിന്റെ വിജയവും അതിനെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ജനതാ ഗവൺമെന്റിന്റെ പരാജയത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാം. പരീക്ഷയ്ക്ക് ശ്രദ്ധ നൽകേണ്ട 5ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ദ റൈസ് ഓഫ് ദി പോപ്പുലർ മൂവ്മെന്റ്സ് എന്നുള്ളതാണ്, ജനകീയ പ്രസ്ഥാനങ്ങളുടെ ഉദയം എന്നുള്ളതാണ്. ഈ അധ്യായത്തിൽ നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 5 ജനകീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. 1 ചിപ്കോ പ്രസ്ഥാനം, 2 ഭാരതീയ കിസാൻ യൂണിയൻ, 3 ആന്റി അരാക്ക് മൂവ്മെന്റ്, 4 ദളിത് പാന്തേഴ്സ്, 5 നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഈ 5 പ്രധാനപ്പെട്ട ജനകീയ പ്രസ്ഥാനങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ജനകീയ പ്രസ്ഥാനങ്ങൾ നൽകുന്ന പാഠങ്ങൾ, ലെസൺസ് ഓഫ് ദി പോപ്പുലർ മൂവ്മെന്റ്സ്, അതും കൂടി ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കൂടുതൽ ശ്രദ്ധ നൽകേണ്ട 6ാമത്തെ അധ്യായം ദ റീജിയണൽ ആസ്പിറേഷൻസ്, പ്രാദേശിക അഭിലാഷങ്ങളാണ്. ഈ അധ്യായത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പ്രധാന പ്രാദേശികവാദ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ ആയിട്ടുള്ള ജമ്മു കാശ്മീർ പ്രശ്നം, പഞ്ചാബ് പ്രശ്നം, നോർത്ത് ഈസ്റ്റേൺ പ്രോബ്ലംസ്, അതുപോലെ തന്നെ ദ്രാവിഡ പ്രസ്ഥാനം, ഈ 4 പ്രാദേശികവാദങ്ങളെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ലെസൺസ് ഓഫ് റീജിയണൽ ആസ്പിറേഷൻസ്, പ്രാദേശികവാദങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പാഠങ്ങൾ എന്തൊക്കെയാണ്. ഇത്രയാണ് ഈ അധ്യായത്തിൽ മനസ്സിലാക്കേണ്ട പ്രധാന ടോപ്പിക്കുകൾ. ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള അവസാനത്തെ അധ്യായം ദ എൻഡ് ഓഫ് ദി ബൈപോളാരിറ്റി, ഇരുധ്രുവ ലോകക്രമത്തിന്റെ അന്ത്യം ആണ്. ഈ അധ്യായത്തിൽ നമുക്ക് പ്രധാനമായിട്ടും 4 കണ്ടന്റാണ് മനസ്സിലാക്കാൻ ഉള്ളത്. 1ാമതായി വാട്ട് യു മീൻ ബൈ ദ സോവിയറ്റ് സിസ്റ്റം ഓർ സെക്കൻഡ് വേൾഡ്, സോവിയറ്റ് വ്യവസ്ഥ അല്ലെങ്കിൽ 2ാം ലോകം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്.
രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ആർ ദ മെയിൻ റീസൺസ് ഫോർ ദ ഡിസന്റഗ്രേഷൻ ഓഫ് ദി സോവിയറ്റ് യൂണിയൻ, അല്ലെങ്കിൽ വൈ ഡിഡ് ദ സോവിയറ്റ് സിസ്റ്റം ഡിസന്റഗ്രേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ സോവിയറ്റ് വ്യവസ്ഥയുടെ ശിഥിലീകരണത്തിലേക്ക് നയിച്ചിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് വാട്ട് ആർ ദ മെയിൻ കോൺസിക്വൻസസ് ഓഫ് ദി സോവിയറ്റ് ഡിസന്റഗ്രേഷൻ, സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. ഈ അധ്യായത്തിൽ മനസ്സിലാക്കുന്ന മറ്റൊരു ടോപ്പിക് വാട്ട് യു മീൻ ബൈ ദ ഷോക്ക് തെറാപ്പി ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്. ഷോക്ക് തെറാപ്പി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ്.